തദ്ദേശ കമ്മീഷനായി നിയമിച്ചതിൽ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ബി അശോക് IAS കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും ഹൈക്കോടതിയെയും സമീപിക്കും. അശോകിന് കേന്ദ്രത്തിൽ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ളതിനാൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ബി അശോകിനെ കഴിഞ്ഞ ദിവസമാണ് കൃഷി വകുപ്പിൽ നിന്നും വളരെ പെട്ടെന്ന് തദ്ദേശ കമ്മീഷനായി നിയമിച്ചത്. അത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും ഹൈക്കോടതിയെയും സമീപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രധാനമായും കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലയായിരുന്നു ബി അശോക് നേരത്തെ വഹിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വകുപ്പ് മന്ത്രി പോലും കൃഷി വകുപ്പ് മന്ത്രി പോലും അറിയാതെയുള്ള ഒരു പെട്ടെന്നുള്ള അല്ലെങ്കിൽ നടപടിയിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. വകുപ്പ് മന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ അമർഷമുണ്ട്, കൃഷി വകുപ്പ് മന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ അമർഷമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തദ്ദേശ കമ്മീഷനായി നിയമിച്ചു കൊണ്ടാണ് ബി അശോകിന്റെ പുതിയ ചുമതല കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചത്. ഇതിനെതിരെ ആണ് ബി അശോക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചട്ടവിരുദ്ധമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് ബി അശോക് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ IAS തലത്തിലെ വലിയ രീതിയിലുള്ള ചേരിപ്പോരുകൾ നിലനിന്ന സാഹചര്യത്തിൽ പ്രശാന്ത് IASനെ പല ഘട്ടങ്ങളിലും പ്രശാന്ത് IASന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നതും ബി അശോക് ആയിരുന്നു. ആ അനുകൂല സാഹചര്യങ്ങൾ പ്രശാന്തിന് അനുകൂല സാഹചര്യം ഒരുക്കി പ്രശാന്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതിലുള്ള വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥാനത്തിലുള്ള വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഒപ്പം തന്നെ വകുപ്പ് മന്ത്രി പോലും അറിയാതെ ബി അശോകിനെ നീക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നതിൽ പോലും ചട്ടവിരുദ്ധത ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ബി അശോക് ട്രിബ്യൂണലിന് പരാതി നൽകാൻ സമീപിക്കുന്നത്. ഒപ്പം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കും ബി അശോക് കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ ബി അശോകിന് കേന്ദ്രത്തിൽ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ള സാഹചര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വിഷയവും ചൂണ്ടിക്കാണിച്ചായിരിക്കും താൻ കോടതിയെ സമീപിക്കുക എന്ന നിലപാടിലേക്കാണ് ബി അശോക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ കമ്മീഷണറായി ചുമതല ബി അശോക് ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബി അശോക് നിയമ പോരാട്ടത്തിനോട് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, ബി അശോക് നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോവുകയാണ്. ട്രിബ്യൂണലിനെയും ഹൈക്കോടതിയെയൊക്കെ അദ്ദേഹം സമീപിക്കാൻ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.